നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന, ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്ന ഒരു റിസൾട്ടാണ് പശ്ചിമ ബംഗാളിലേത്. എക്സിറ്റ് പോളുകളെ പോലും തകിടം മറിച്ച് കൂറ്റൻ ഭൂരിപക്ഷമാണ് ബിജെപിക്ക് ബംഗാളിൽ ലഭിച്ചിരിക്കുന്നത്. ബംഗാളും കാവ്യ അണിയുകയാണ്. ബംഗാളിൽ ബിജെപി അധികാരത്തിലേക്കാണ്. പറഞ്ഞ വാക്ക് പാലിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും 3-ൽ വെറും ഭൂരിപക്ഷത്തിൽ ബംഗാൾ പിടിച്ചെടുക്കുകയാണ്. വെറും ഭൂരിപക്ഷത്തിലല്ല, 3-2 ഭൂരിപക്ഷത്തിൽ ബംഗാൾ പിടിച്ചെടുക്കുകയാണ് ബിജെപി. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ബിജെപി ബംഗാളിൽ അധികാരത്തിലെത്തുന്നത്. അതും സാധാരണ ഭൂരിപക്ഷത്തിലല്ല. ഇതോടെ ഒരു സംസ്ഥാനത്ത് കൂടി ബിജെപി ഭരണം വരികയാണ്. ഒരു സംസ്ഥാനം കൂടി കാവി പുതയ്ക്കുകയാണ്. ഒന്ന് ബീഹാറിലാണ്. ഒരു മാസത്തെ കാലയളവിൽ 2 സംസ്ഥാനങ്ങളിൽ ബിജെപി ഭരണത്തിൽ എത്തുന്നത് ചരിത്രമാവുകയാണ്. ബീഹാറിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ പശ്ചിമ ബംഗാൾ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ വരെ വളരെയധികം പ്രസിദ്ധമായിരുന്നു. 30 വർഷം നീണ്ട CPM ഭരണം നിർത്തലാക്കി മമതാ ബാനർജി പിടിച്ചെടുത്ത ഭരണം മമതയുടെ കീഴിൽ തുടർന്നു വരികയായിരുന്നു. അവിടെ നിന്നാണ് അമിത്ഷായും നരേന്ദ്രമോദിയും കൃത്യമായ ആസൂത്രണത്തിലൂടെ ബംഗാൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയതും ആ ഒരു പദ്ധതി ഇപ്പോൾ അതിന്റെ ഫലം കണ്ടെത്തിയിരിക്കുന്നതും. ഉയർന്ന പോളിംഗ് ശതമാനം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് ബിജെപിയുടെ വിജയത്തിന്റെ സൂചനയാണ് എന്ന് പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ബംഗാളിലെ വോട്ടർമാർ ഭയമില്ലാതെ വോട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു അത് നേടിയെടുത്തത്. അത്തരമൊരു സാഹചര്യം അവിടെ ജനങ്ങൾക്ക് സൃഷ്ടിച്ചു നൽകിയത് പ്രധാനമന്ത്രിയും അമിത്ഷായും തന്നെയാണ്, നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ്. എന്തായാലും വളരെ മനോഹരമായ ഒരു വിജയമാണ് ബംഗാളിൽ ബിജെപിക്ക് ഉണ്ടായിരിക്കുന്നത്. ബംഗാളിൽ സംഘർഷമുണ്ടായ സമയത്ത് ബംഗാളിലെ ഗവർണറായിരുന്നത് മലയാളി കൂടിയായ ഡോക്ടർ CV ആനന്ദബോസ് ആണ്. ഡോക്ടർ CV ആനന്ദബോസും മമതാ സർക്കാരും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് അത് ബംഗാളിൽ ബിജെപിയുടെ ഭരണത്തിന് തടസ്സമാകുമെന്നതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ആസന്നമായ ഒരു സമയത്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും ഈ ഒരു പ്ലാനിംഗ് അതിന്റെ ഫലം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇത്രയും മനോഹരമായ ഒരു കൂറ്റൻ ഭൂരിപക്ഷം ബിജെപിക്ക് നേടാൻ സാധിച്ചു എന്നത് തന്നെ വലിയ ഒരു ചരിത്രപരമായ ഒരു റെക്കോർഡ് തന്നെയാണ്. അവിടെ വോട്ടെണ്ണൽ സമയത്ത് നീണ്ട ക്യൂ ആണ് കണ്ടത്. അവിടുത്തെ ജനങ്ങൾ വോട്ടെണ്ണലുമായി വളരെയധികം നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. ഒരിക്കലും അവിടെ സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലാണ് പലപ്പോഴും വോട്ടെടുപ്പ് നടന്നു വന്നിരുന്നത്. എന്നാൽ ഇത്തവണത്തെ വോട്ടെടുപ്പ് വളരെ സുരക്ഷിതമായ രീതിയിൽ നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുത്തിരുന്നു. ജനങ്ങൾ ഭയമില്ലാതെ വോട്ട് രേഖപ്പെടുത്തി. ഈ വോട്ട് രേഖപ്പെടുത്താൻ തന്നെ ഇത്തരത്തിലൊരു സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിലും ബിജെപി ഭരണത്തിലും വലിയൊരു വിശ്വാസം കൊണ്ടുവരാൻ അത് സാധിക്കുകയുണ്ടായി. കാരണം അവിടെ ബംഗാളിൽ ഇതുവരെ കണ്ടിരുന്നത് ആക്രമണങ്ങളുടെയും അതുപോലെ തന്നെ സംഘർഷങ്ങളുടെയും ഒരു സാധ്യതകളും ആ ഒരു സാഹചര്യങ്ങളുമാണ് പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം ഈ ബിജെപി സർക്കാർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഇടപെടലുകളിലൂടെ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുകയായിരുന്നു. അതിന്റെ ഫലമായി അവർ കൃത്യമായ വോട്ടെടുപ്പ് ദിനത്തിൽ അവർ കൃത്യമായ വോട്ട് രേഖപ്പെടുത്തൽ തന്നെ നടത്തി. അതുകൊണ്ട് തന്നെയാണ് വെറും ഒരു ഭൂരിപക്ഷത്തിലല്ല, ഒരു കൂറ്റൻ ഭൂരിപക്ഷത്തിൽ ബിജെപി ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ബംഗാളിലെ മഹാന്മാരായ ജനങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ. 142 സീറ്റുകളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽ 1-ലധികം ആക്രമണ സംഭവങ്ങൾ ഉണ്ടായിട്ടും ബൂത്തുകളിൽ ഉയർന്ന വോട്ടർ പങ്കാളിത്തം രേഖപ്പെടുത്തിയിരുന്നു. ആ ട്രെൻഡുകൾ അനുസരിച്ച് തന്നെ നരേന്ദ്രമോദി വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് അവിടെ പ്രകടിപ്പിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ആത്മവിശ്വാസത്തിനനുസരിച്ച് തന്നെ ഇപ്പോൾ പശ്ചിമ ബംഗാൾ ബിജെപിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ഭക്ഷണക്കാര്യം പറഞ്ഞുവരെ ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നതിനുള്ള പ്രചരണങ്ങൾ നടന്നതാണ്. അവിടെയെല്ലാം കൃത്യമായ ഒരു വിശദീകരണവും എന്താണ് ശരി എന്നുള്ളതുമായ വിശദീകരണങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ഇടപെട്ട് നടത്തിയിരുന്നു. പലപ്പോഴും നരേന്ദ്രമോദി തന്നെ അവിടെ നേരിട്ട് പ്രചരണത്തിനായി ഇറങ്ങിയിരുന്നു, ജനങ്ങളോട് നേരിട്ട് സംവദിച്ചിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ഫലം കാണുകയാണ്. പശ്ചിമ ബംഗാളും കാവി പുതയ്ക്കുകയാണ്. ഒരു സംസ്ഥാനം കൂടി, കേരളത്തിൽ ഒരു സംസ്ഥാനം കൂടി കാവിയുടെ കീഴിലേക്ക് എത്തുക എന്നത് അല്ലെങ്കിൽ എത്തുന്നു എന്നത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. അതേ, രാജ്യത്തെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു, മാറ്റം ആഗ്രഹിക്കുന്നു. അക്രമ രാഷ്ട്രീയം അവർക്ക് പാടെ വേണ്ട എന്ന ഒരു തിരുത്തി എഴുതൽ തന്നെയാണ് പശ്ചിമ ബംഗാളിലുള്ള ഈ ഒരു ബിജെപിയുടെ വിജയം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.